കേരളത്തിൽ കോൺഗ്രസ് 2026-ൽ അധികാരത്തിലെത്താൻ വലിയ രീതിയിലുള്ള പ്രയാസം ഇനിയും ഉണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിധി എന്തായിരിക്കും, അതുതന്നെയാണ് ഏറെക്കുറെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ട്രെൻഡ്. കാലാകാലങ്ങളിലോളമുള്ള കീഴ്വഴക്കമാണ്. പതിവായി കോർപ്പറേഷനുകളിൽ വലിയ രീതിയിൽ തകർച്ച നേരിടുന്ന കോൺഗ്രസിന് ഇത്തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയായാൽ പിന്നെ അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വിരളമാണ്. ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ അല്ലെങ്കിൽ അത് കൃത്യമായി വോട്ടാക്കാൻ ഇതുവരെയും കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 19 സീറ്റ് നേടിയെടുത്ത UDF എന്തുകൊണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുദൂരം പിന്നിൽ പോയി? 41 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. ഒന്ന് ആലോചിക്കണം, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ലഭിച്ച വോട്ട് ഷെയർ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയില്ല എന്ന് ഓർക്കുമ്പോൾ അത് എത്രത്തോളം ഗതികേടിലേക്ക് എത്തി നിൽക്കുന്നു എന്നതിൻ്റെ നേർരേഖയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ പുതുകാലുവെട്ടും പാരപണിയലും ഒന്നും ഇല്ലാതിരുന്നാൽ, കോൺഗ്രസിനെ ശക്തമായി മുന്നോട്ട് ഐക്യത്തോടെ കൊണ്ടുപോയാൽ ഇതിലും മികച്ച ഒരു മുന്നണി സംവിധാനം വളരെ വിരളമായിരിക്കും. അത്രയും കെട്ടുറപ്പോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച പാർട്ടിക്ക് എന്തുകൊണ്ട് നിയമസഭയിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കഴിയുന്നില്ല? ഒരു പരസ്പര ധാരണയില്ലായ്മ എല്ലാ കാലത്തും UDFിൽ എപ്പോഴും ഒരു ശാപമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് മുസ്ലിം ലീഗ് കൂടുതൽ കൃത്യതയോടുകൂടി കോൺഗ്രസിൻ്റെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ ഡിമാൻഡായി വെച്ചിരിക്കുന്നു. ഒന്ന്, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചേ മതിയാവുകയുള്ളൂ. മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ അടികൂടരുത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾക്ക് ലഭിക്കണം എന്നത് ഞങ്ങളുടെ അവകാശവാദം തന്നെയാണ്. നിലവിലുള്ള പോർട്ട്ഫോളിയോകൾക്ക് പുറമേയുള്ള സ്ഥാനമാണ്. എന്നാൽ 4 മന്ത്രിസ്ഥാനം മതിയാകും എന്നൊരു കൃത്യതയാർന്ന തീരുമാനമെടുക്കുകയാണ്. 5ാം മന്ത്രിസ്ഥാനത്തിന് ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കില്ല എന്നും അവർ പറയുന്നു. 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 5ാം മന്ത്രിസ്ഥാനം, അതായത് മഞ്ഞളാംകുഴി അലിക്കായിരുന്നു 5ാം മന്ത്രി പദവി കൊടുത്തത്. അനൂപ് ജേക്കബിൻ്റെ പിതാവായ TM ജേക്കബിൻ്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പിറവം നിയമസഭാ സീറ്റിൽ 12,070 വോട്ടുകൾക്ക് MJ ജേക്കബിനെ അനൂപ് ജേക്കബ് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റത്. അതിനോടൊപ്പം മന്ത്രിയായി സത്യം പറഞ്ഞ് ചെയ്തത് മഞ്ഞളാംകുഴി അലിയായിരുന്നു. അദ്ദേഹം മങ്കട MLA ആയിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗ് അത് ആവശ്യപ്പെടാനുള്ള എല്ലാ ധാർമ്മിക ഉത്തരവാദിത്വവും ഉണ്ട്. പക്ഷെ ഒരു കാര്യം ലീഗ് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രി പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിനാണ്. കോൺഗ്രസ് സീറ്റുകൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 40 അതിനു മേളിലോ നേടിയില്ലെങ്കിൽ അധികാരം കിട്ടാൻ കഴിയില്ല. മിഷൻ 80 എന്നതായിരിക്കണം ലക്ഷ്യം. 70 72 സീറ്റുമായി ഭരണം തുടരുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യം പറഞ്ഞതെന്ന് ഇപ്പോൾ ലീഗ് വ്യക്തമാക്കിയിരിക്കുകയാണ്.